ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് മധുരമുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയ ക്യാരറ്റാണ്. അപ്പോൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും. ചെറിയ ഒരു പോളയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുത് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ വേവിക്കണം എന്നില്ല, വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുക്കർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു, അത് ഊറ്റിക്കളഞ്ഞിട്ടാണ് ചൂടാറാനായിട്ട് വെച്ചത്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജാർ അടിച്ച് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോളയ്ക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ പോള തയ്യാറാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ ഇവിടെ സ്റ്റൗ കത്തിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സോസ് പാൻ ഉണ്ടെങ്കിൽ, നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ കുറച്ച് അടി കട്ടിയുള്ള പാത്രം വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ഞാൻ കുക്കറിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പോളയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂവും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള കാഷ്യൂവും കിസ്മിസും ഒക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് നേരിട്ടല്ല കേട്ടോ സ്റ്റൗവിൽ വെക്കുന്നത്. ഇതുപോലൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കുക്കർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ മുഴുവൻ മാവ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂവും കിസ്മിസും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്യാരറ്റും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ അടച്ച് വെക്കാൻ. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണം കേട്ടോ വെന്ത് കിട്ടാൻ. ഒരു 35-40 മിനിറ്റൊക്കെ വരും ചിലപ്പോൾ. അപ്പോൾ നിങ്ങളൊരു 25-30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 35 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ ഈ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്നും കൂടി കുത്തി നോക്കട്ടെ. അപ്പോൾ അതാ സ്ക്യൂറുമേലൊന്നും ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, നേരിട്ട് സ്റ്റൗവിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇങ്ങനെ ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് വെക്കുമ്പോഴാണ് കുറച്ച് താമസമുള്ളത്. നേരിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. പക്ഷെ നമ്മൾ അടി കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ മുകൾ ഭാഗമൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്